സോഫിയ മാഡം. കിട്ടിയോ? കിട്ടി മാഡം. നമ്മുടെ ഫാം ഹൗസ് മാനേജർ സുധാകരന്റേതാണ് ആ ബൈക്ക്. സുധാകരന്റെ നമ്പർ എടുക്ക. മാഡം റിങ് ചെയ്യുന്നുണ്ട്. ഹലോ, കാർത്തികയാണ്. കാർത്തിക മേനോൻ. ആ മാഡം പറയൂ മാഡം. സുധാകരൻ ഇപ്പൊ എവിടെയാ? ഞാൻ നാട്ടിലാണ് മാഡം, പാലക്കാട്. ഭാര്യയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞപ്പോ പെട്ടെന്നിങ്ങി പോന്നതാ. വെരി ഗുഡ്. എന്താ മാഡം, വല്ല പ്രശ്നമുണ്ടോ? ഞാൻ 2 ദിവസം കഴിഞ്ഞ് വരാന്നാ കരുതിയത്. അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ തന്നെ പുറപ്പെട്ടേക്കാം മാഡം. വരരുത്. വന്നാൽ തനിക്കിവിടെ ജോലി ഉണ്ടാവില്ല. ഞാൻ എന്ത് തെറ്റാ മാഡം ചെയ്തത്? വളവളാന്ന് സംസാരിക്കാതെ പറയുന്നത് ശ്രദ്ധിച്ചു കേക്ക്. 2 മാസത്തേക്ക് താൻ ഇവിടേക്ക് വരണ്ട. അതെന്താ മാഡം? തനിക്കിപ്പൊ കാരണം എന്താന്നറിയണോ? അതോ ഇരട്ടി ശമ്പളത്തോടെ ലീവ് വേണോ? ലീവ് മതി മാഡം. അപ്പോ അങ്ങനെ തന്നെ. പിന്നെ മറ്റൊരു കാര്യം, 2 മാസം ഇവിടെയെന്നല്ല, തിരുവനന്തപുരം ജില്ലയിൽ പോലും കാല് കുത്തരുത്. ശരി മാഡം. സോഫിക്ക് എന്ത് തോന്നുന്നു? കാട്ടിൽ മതിച്ചു വാഴുന്ന സിംഹരാജനെ വീഴ്ത്താൻ 2 മാസം മതിയാവൂ? നിനക്കെന്തറിയാൻ? നീ വെറും കുട്ടിയല്ലേ. ഹലോ, ഇന്നെന്താ വലിയ സന്തോഷത്തിലാണല്ലോ. എന്താ വിശേഷം? ഞാൻ എന്റെ ലൈഫ് പാർട്ട്ണറെ കണ്ടെത്തി ഏട്ടാ. ലൈഫ് പാർട്ട്ണറെ? സന്തോഷ വാർത്തയാണല്ലോ. അതെങ്ങനെ? ആ, മാട്രിമോണി ഏജൻസിക്കാരൻ പറഞ്ഞു വിട്ട ആളായിരിക്കും. കാർത്തിക മേനോന് വേണ്ടി ബ്രഹ്മാവ് സൃഷ്ടിച്ച പുരുഷരത്നം സൂര്യനാരായണൻ. സൂര്യനാരായണൻ. ആളുടെ അഡ്രസ്സും മറ്റ് ഡീറ്റെയിൽസും പറമോളെ. ഏട്ടൻ നാളെ തന്നെ പോയി മാരേജ് ഫിക്സ് ചെയ്യാം. വേണ്ടേട്ടാ, ഈ വിവാഹത്തിന്റെ സ്ഥലവും സമയവും തീയതിയും ഒക്കെ നിങ്ങളല്ല, ഞങ്ങൾ ഒരുമിച്ച് ഫിക്സ് ചെയ്യും. ഞാനും സൂര്യനും. മോളുടെ ഇഷ്ടം. ദേവാ, അവൾ ഇതുവരെ വിളിച്ചില്ലല്ലോ. ആര്? ദേവുവിനെ കയറ്റിയ ബൈക്കിന്റെ ഉടമയെ അന്വേഷിച്ച് ഞാനൊരു വീട് വരെ പോയില്ലേ? അവിടുത്തെ പെൺകുട്ടി ഇതുവരെ ഇങ്ങോട്ട് വിളിച്ചില്ല. ദേ, നീ ഒന്ന് വിളിച്ചു നോക്ക. നമ്പർ നോട്ട് ചെയ്യ. ആ, കാർത്തിക എന്ന അവളുടെ പേര്. ഹലോ, കാർത്തികയല്ലേ? ആരാ സംസാരിക്കുന്നത്? ഞാൻ ദേവേഷ്. സൂര്യനാരായണൻ പറഞ്ഞിട്ടാ വിളിക്കുന്നത്. ബൈക്ക് ഓണറിന്റെ അഡ്രസ്സും ഡീറ്റെയിൽസും വേണമല്ലോ. Bullshit. Who the bloody hell are you to command me? എന്നോട് ആജ്ഞാപിക്കാൻ നീ ആരാണെന്ന്? സൂര്യൻ പറഞ്ഞിട്ടാ. സൂര്യനാരായണനും ഞാനും തമ്മിൽ നേരിട്ടുള്ള ഇടപാടായത്.
അതിനിടയിൽ ഒരു മീഡിയേറ്റർ വേണ്ട. അഡ്രസ്സും ഡീറ്റെയിൽസും വേണമെങ്കിൽ സൂര്യനോട് നേരിട്ട് വിളിക്കാൻ പറയാം. ആൻഡ് വൺ മോർ തിങ്, എന്നെ പേരെടുത്ത് വിളിക്കാറായിട്ടില്ല നീയൊന്നും. കോൾ മീ മാം. ചെകിട്ട തടി കിട്ടിയ പോലെ തോന്നുന്നു. എന്നോടാരും ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല. ദേവ അവൾ എന്താ പറഞ്ഞ? സൂര്യ നേരിട്ട് വിളിക്കണമെന്ന്, എന്നാലേ അഡ്രസ്സും ഡീറ്റെയിൽസും തരുവുള്ളൂ. ഓഹോ, ഹലോ. ആ സൂര്യനാരായണൻ. പറയൂ സൂര്യ, ഞാൻ കാത്തിരിക്കായിരുന്നു. അതെ, ആ ബൈക്ക് ഓണർ സുധാകരന്റെ അഡ്രസ്സും ഡീറ്റെയിൽസും എനിക്ക് വേണം. മെസ്സേജ് ചെയ്യട്ടെ? നോ 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 നോ, വേണ്ട വേണ്ട, പറഞ്ഞാൽ മതി. TC36 ഈശ്വരവിലാസം റോഡ്, വഴുതക്കാട്. ഓക്കെ ഓക്കെ. വെയിറ്റ്. ആ വെച്ച് കളയല്ലേ. ഈ അഡ്രസ് ആരുടേതാണെന്ന് മനസ്സിലായോ? അത് ബൈക്ക് ഓണർ സുധാകരന്റെ അല്ലേ? അല്ലല്ലോ, ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ നമ്മൾ മീറ്റ് ചെയ്യുന്ന റെസ്റ്റോറന്റിന്റെ അഡ്രസ് ഇത്. സുധാകരന്റെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ അവിടെ വെച്ച് തരാം. ഓക്കെ, സീ യു. കളിക്കാവള്. അവൾക്കറിയില്ല ഈ സൂര്യനാരായണൻ ആരാണെന്ന്. Oh my God. അമ്മേ, ചേട്ടാ ഡോർന്ന് തുറന്നേ. അമ്മേ, അമ്മേ, ഇത് ഞാനാ സൂര്യൻ. അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല അമ്മേ. അമ്മേ, അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഞാനുണ്ട് അമ്മയ്ക്ക്. അമ്മയുടെ മോൻ. അമ്മേ.
ഡ്രൈവർ വണ്ടി എടുക്ക്. എന്റെ വണ്ടി ഒന്ന് തട്ടി. അത്യാവശ്യമായിട്ട് വഴുതക്കാട് റെസ്റ്റോറന്റിൽ പോണം. ഡോക്ടർ, എന്ത് പറ്റിയത് അവർക്ക്? വണ്ടി തട്ടിയതാ ഡോക്ടർ. ഒന്ന് വേഗം നോക്കണം. നിങ്ങളുടെ ആരാ ഇത്? ഇത് എന്റെ അമ്മയാ. നിങ്ങൾ എത്രയും പെട്ടെന്ന് റിസപ്ഷനിലെ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യൂ. ഓക്കെ. ഒരുപാട് സമയമായല്ലോ. സൂര്യൻ ഇനിയും വന്നില്ലല്ലോ. എനിക്കിപ്പോ സംസാരിക്കാൻ സമയമില്ല. ഐ എം ബിസി നൗ. ഹലോ ഹലോ ഹലോ, നിങ്ങൾക്ക് ആ ബൈക്കാരന്റെ അഡ്രസ് വേണോ അതോ വേണ്ടയോ? അഡ്രസ് എനിക്ക് വേണം. പക്ഷെ എനിക്കിപ്പോ നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ നല്ല തിരക്കില്ല. എന്നോട് സംസാരിക്കുന്നതിനേക്കാൾ ഇത്ര പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അത് പറയാൻ മാത്രം പ്രാധാന്യം നിനക്ക് ഞാൻ തന്നിട്ടില്ല. എന്താ മോനെ, അഹങ്കാരമാ? ഇങ്ങനെ തന്നെ വേണം. എനിക്കിഷ്ടമായി. എന്റെ പെർഫെക്റ്റ് മാച്ച് തന്നെയാ നീ. എന്നെ പോലെ തന്നെ. നിന്നെ അങ്ങനെ ചുമ്മാ വിടുവൊന്നും ഇല്ല മോനെ. സംസാരിച്ച് ഞാൻ കറക്റ്റാക്കിക്കോളാം. അലഞ്ഞു തിരിഞ്ഞ് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നേടിയെടുക്കുന്ന പ്രണയം, അത് മാത്രം മതി ഈ കാർത്തികയ്ക്ക്. ഹലോ സൂര്യ. ആ സിദ്ധാർത്ഥ. സിദ്ധാർത്ഥനല്ല, വിശാഖന. അവനിവിടെ ഫോൺ വെച്ചിട്ട് ഇപ്പൊ പുറത്തേക്ക് പോയതാ. ഞാൻ വരുമ്പോ വിളിക്കാൻ പറയാം. ഏയ് വെക്കല്ലേ. ഒരു കാര്യം പറയാനായിട്ടാ വിളിച്ചത്. സമാധാനത്തോടെ കേൾക്കണം. വിശാഖന്റെ അമ്മയ്ക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റി. ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. എന്നിട്ട്? അല്ല, വഴി കൂടി നടന്നു പോയപ്പോ ഏതോ ഒരു വണ്ടി തട്ടിയിട്ടിട്ട് പോയി. ഞാനെടുത്ത് ഇവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. സാരമായിട്ടൊന്നും ഇല്ലെന്ന് തോന്നുന്നു. എവിടെ? ഏത് ഹോസ്പിറ്റലില്? ഫാത്തിമ ഹോസ്പിറ്റൽ. ആ, ഞങ്ങൾ ഉടനെ വരാം. അമ്മ നോക്കിക്കൊണ്ട് സൂര്യ. അത് പറയാനുണ്ടോ? അമ്മയുടെ മൂന്നാമത്തെ മകൻ ഇവിടെ ഉണ്ട്. നിങ്ങൾ സമാധാനമായിട്ട് വന്നാൽ മതി. ഇപ്പൊ തന്നെ വരാം സൂര്യ. ആ.
സിദ്ധാർത്ഥ എടാ സൂര്യന്റെ ഒരു കോൾ ഉണ്ടായിരുന്നു. എന്താ? അമ്മയ്ക്ക് എന്തോ ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ആക്സിഡന്റോ? അതേന്ന്, നീ വേഗം വണ്ടി എടുക്ക്. വാ. സൂര്യ, അമ്മ എവിടെ? ഡോക്ടർമാർ നോക്കിക്കൊണ്ടിരിക്കുക. സൂര്യ, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ലടാ, പേടിക്കാതിരിക്ക. ഏയ്, എന്താ ഇത് രണ്ടുപേരും കൊച്ചുകുട്ടികളെ പോലെ? അമ്മയ്ക്കൊന്നും പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? എക്സ്ക്യൂസ് മീ. ഡോക്ടർ, അമ്മയ്ക്കിപ്പോൾ എങ്ങനെയുണ്ട്? ക്രിട്ടിക്കൽ കണ്ടീഷൻ തരണം ചെയ്തു. ഇനി കാര്യമായി പേടിക്കാനൊന്നുമില്ല. പക്ഷേ അമ്മയ്ക്ക് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. നല്ല ബ്ലഡ് ലോസ് ഉണ്ടായിട്ടുണ്ട്. അടിയന്തരമായി ബ്ലഡ് കൊടുക്കണം. അമ്മയ്ക്ക് ഞാൻ കൊടുക്കാം ഡോക്ടർ ബ്ലഡ്. ഞാൻ വേണമെങ്കിൽ കൊടുക്കാം ഡോക്ടർ. നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? ബി പോസിറ്റീവ്. എന്റെയും ബി പോസിറ്റീവാ. അമ്മയുടേത് ഓ നെഗറ്റീവാ, റെയർ ഗ്രൂപ്പ്. ഇവിടുത്തെ ബ്ലഡ് ബാങ്കിൽ സ്റ്റോക്ക് ഇല്ല. 1-2 മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഓ നെഗറ്റീവ് ഗ്രൂപ്പ് ഉണ്ടോ എന്ന് നിങ്ങളും അന്വേഷിച്ചോളൂ. എത്രയും പെട്ടെന്ന് കിട്ടിയാൽ അത്രയും നല്ലത്. ഡോക്ടർ, അമ്മയ്ക്ക് ഞാൻ ബ്ലഡ് കൊടുക്കാം. എന്റെ ബ്ലഡ് ഓ നെഗറ്റീവാ. നന്നായി. എത്രയും പെട്ടെന്ന് ലാബിലേക്ക് ചെല്ല്, ഞാൻ വിളിച്ച് പറയാം. ഏയ്, എന്താ ഇത്? രണ്ടുപേരും ധൈര്യമായിട്ടിരിക്കുക. അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല. വിശാഖ, അമ്മ അല്ലേ? വിശാഖേട്ടാ, എന്തു പറ്റി? എന്തിനാ കരയുന്നേ? വിശാഖേട്ട, എന്തിനാ കരയുന്നൊന്ന് പറ. അമ്മയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റി. ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിലാ. ഞാൻ കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വിളിക്കാം. എന്താടി നീളക്കുഞ്ഞെ, എന്തു പറ്റി? എന്താ? വിശാഖേട്ടന്റെ അമ്മയ്ക്ക് ആക്സിഡന്റ് ആയിന്ന്. ഇപ്പൊ ഹോസ്പിറ്റലിലാണെന്ന്. നീ ടെൻഷൻ ആവാതെ.
നമുക്ക് അവിടം വരെ ഒന്ന് പോവാം. വാ, റെഡി ആവും. വാ വാ. ദൈവമേ, നിലക്കുഞ്ഞിന്റെ അമ്മായിയമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ലേ? മിസ്റ്റർ വിശാഖൻ, പേഷ്യന്റ് കണ്ണു തുറന്നു. ഇനി കാണുന്നതിൽ ഒരു വിരോധവുമില്ല, പക്ഷേ അധികം സ്ട്രെയിൻ ചെയ്യിക്കരുത്. താങ്ക് യു ഡോക്ടർ. ചെല്ല്. വരൂ. അമ്മേ അമ്മേ അമ്മേ